ഹലോ. അപ്പോൾ ഇന്ന് കൂട്ടുകാരെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇഞ്ചത്തൊട്ടി വരെ ഒന്ന് പോയാലോ. ഇഞ്ചത്തൊട്ടിക്ക് പോകുന്ന വേറെ ഒന്നിനല്ല, ചില മീനൊക്കെ പിടിച്ച് കുറച്ച് നേരം അതിൽ കറങ്ങിയൊക്കെ കിടന്ന് കാഴ്ചകളൊക്കെ കണ്ടുവരാമെന്ന് കരുതി. അങ്ങനെ നേരെ വെച്ച് പിടിച്ചു ഇഞ്ചത്തൊട്ടിക്ക്. ചേട്ടാ ഇത് എങ്ങോട്ട് പോയിട്ടാ? ഇവിടെ കുറച്ച് മീൻ ഇറങ്ങിയിട്ടുണ്ടോ, ഊട്ട് ഇറങ്ങിയിട്ടുണ്ട് വാള പിടിക്കാനായിട്ട്. ഇത് ഏത് ചൂണ്ടിയത്? ഇച്ചിരി വില കൂടി സാധനമാണ്, വാളയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഇതൊക്കെയാണ്. ചേട്ടൻ ഇപ്പോൾ എവിടെ നിന്ന് ഇത്തിരി ദൂരമാണ് കോതമംഗലം എന്ന് പറയും. ചേട്ടൻ ഇവരോടെ ഉള്ളതാണോ ചേട്ടാ? ഇവരോടെ ഉള്ളതാണോ? ഓക്കെ, കണ്ടാലും പറയും. ചേട്ടനും ഇവിടെ ഉള്ളതായിരിക്കും അല്ലേ? നിങ്ങളെല്ലാവരും ഈ ചേട്ടൻ്റെ കൂടെ ഉള്ള മീൻ പിടിക്കാൻ വന്നാ? ഓ അത് ശരി ശരി. മേടിക്കണ മീനോ അതോ പിടിക്കണ മീനോ? ഓക്കെ. ചേട്ടൻ പിന്നെ ഇവരുടെ കൂടെ എപ്പോഴും ഉള്ളതാണല്ലോ അല്ലേ? അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഇഞ്ചത്തൊട്ടിയിലെത്തി കുറച്ച് നേരം ചളിയൊക്കെ പറഞ്ഞു തന്നു നേരെ കയറി നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക്. തൂക്കുപാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് കേട്ടോ. 183 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്, 4 അടി വീതി. ഈ തൂക്കുപാലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇഞ്ചത്തൊട്ടിയിലാണ്, അതായത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കോതമംഗലത്തിനടുത്താണ് ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പാലമൊക്കെ കിടന്ന് അപ്പുറം എത്തിയപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരൻ അവൻ്റെ മെഷീൻ ചൂണ്ടെടുത്ത് കാസ്റ്റ് ചെയ്തു. ഓരോരുത്തർ അവരവർക്ക് കയ്യിലുള്ള ചൂണ്ടകളൊക്കെ വെച്ച് കാസ്റ്റ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ മീൻ ഞാൻ തന്നെ സ്കോർ ചെയ്തു. നല്ല അടിപൊളി ഒരു ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ റിനുവാണ് അടുത്ത മീൻ വലിച്ചു കയറ്റിയത്. നല്ല അടിപൊളി ഒരു ചില്ലൻകൂരി, ഞങ്ങളിവിടെ അതിന് ചില്ലൻകൂരി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോരുടെ മീനുകളൊക്കെ പിടിച്ചോട്ടെ. എല്ലാവരുടെയും വീഡിയോ ഒന്നും ഇതിനകത്ത് കിട്ടിയില്ല. പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ ഒരുത്തം മരത്തേലൊക്കെ കയറി എന്തൊക്കെയോ അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. താഴെ വീഴാതിരുന്നത് അവൻ്റെ ഭാഗ്യമാണ്, വീട്ടുകാരുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ മടങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.